ലാ ഇലാഹ ഇല്ലാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യവചനത്തെ ബലപ്പെടുത്താൻ കൊണ്ടുവന്നു. ഈ സാക്ഷ്യവചനം അത് ഏറെ വിശദീകരിക്കപ്പെട്ട വചനമാണ്. അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ തേട്ടങ്ങൾ, അതിൻ്റെ വിധികൾ, അതിൻ്റെ ഭാഷ, അതിലെ വ്യാകരണം, അതിനുള്ള ഷർത്തുകൾ, ഇതൊക്കെ ഇവിടെ പ്രാധാന്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. പണ്ഡിതന്മാർ അതൊക്കെ ഉണർത്തിയിട്ടുണ്ട്. ചിലർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൻ്റെ പദങ്ങളുടെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ആ സാക്ഷ്യവചനത്തിൽ എല്ലാ അക്ഷരങ്ങളും ജൗഫിയത്താണ്. ജൗഫിയത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അധരങ്ങളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളൊന്നുമില്ല. ഒക്കെ നമ്മുടെ വായക്ക് അകത്ത് നിന്ന്, അതേപോലെ തൊണ്ടയുടെ അടിഭാഗത്തു നിന്നൊക്കെ വരുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതിൽ അക്ഷരങ്ങൾ വരെ ഇങ്ങനെ ജൗഫിയത്ത് അകത്ത് നിന്ന് വരേണ്ട അക്ഷരങ്ങളാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയും നമ്മുടെ ഉള്ളിൽ തട്ടി അകത്ത് നിന്ന് വരേണ്ട, ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി വരേണ്ട വചനമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ അറബി അക്ഷരങ്ങളിൽ നുക്തകളുള്ള, കുത്തുകളുള്ള അക്ഷരങ്ങളുണ്ട്, ഇല്ലാത്ത അക്ഷരങ്ങളുമുണ്ട്. ഇപ്പം ബ, ത, സ, ജീം, ഹ പോലുള്ള അക്ഷരങ്ങൾക്കൊക്കെ കുത്തുകളുണ്ട്. എന്നാൽ ആ, ഹ, ദ, റ, സീൻ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്കൊന്നും കുത്തുകളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന സാക്ഷ്യവചനത്തിൽ ഒരൊറ്റ അക്ഷരങ്ങൾക്കും ഇതുപോലെ നുക്തകൾ, കുത്തുകളില്ലാത്ത അവസ്ഥയാണ്. കുത്തുകളുള്ള അക്ഷരങ്ങളില്ല. അപ്പോൾ പണ്ഡിതന്മാരിൽ ചിലർ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മൊഴിയുമ്പോൾ, അത് പറയുമ്പോൾ കലർപ്പില്ലാതെ, കളങ്കമില്ലാതെ, പാപത്തിൻ്റെ കുത്തുകൾ വീഴാതെ നമ്മളത് ചൊല്ലണം, പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖു കമഅ മഹബ്ബത്തിൻ വൻഖിയാദിൻ വൽ ഖബൂലി ലഹ. അറിവ്, ദൃഢബോധം, നിഷ്കളങ്കത, സത്യസന്ധത, സ്നേഹം, കീഴ്പ്പെടൽ, സ്വീകാര്യത, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഷർത്തുകളാണ്, നിബന്ധനകളാണ്. അതൊക്കെ പാലിച്ചു പുലർത്തിയായിരിക്കണം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം തുറക്കാനുള്ള താക്കോലാണ്. അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്നഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം തുറക്കാനുള്ള താക്കോലല്ലേ എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, എല്ലാ താക്കോലുകൾക്കും പല്ലുകളുണ്ട്. ലികുല്ലി മിഫ്താഹിൻ അസ്നാൻ. അതുകൊണ്ട് പല്ലൊത്ത താക്കോലുമായി വന്നാൽ നിനക്ക് തുറക്കപ്പെടുമെന്നാണ്. സ്വർഗം തുറക്കാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിനും അതിൻ്റെ പല്ലുകൾ ഒക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പറയപ്പെട്ട ഷർത്തുകൾ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിൻ്റെ പല്ലുകൾ. അത് കൃത്യമാണ് എങ്കിൽ അതുകൊണ്ട് സ്വർഗ കവാടം തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹാദാ വഫത്ഹുൽ ബാബി ലൈസ ബിമുംകിനിൻ ഇല്ലാ ബിമിഫ്താഹിൻ ലഹാ അസ്നാനു എന്നാണ് കവി പറഞ്ഞത്. പല്ലുകളൊത്ത താക്കോലുകൊണ്ടേ സ്വർഗ കവാടം തുറക്കുക എന്നത് സാധ്യമാകൂ. ഇദാ ജിഇത ബിമിഫ്താഹിൻ ലഹാ അസ്നാനു ഫുതിഹ ലക്. പല്ലുകളുള്ള താക്കോലുകൊണ്ട് നീ വന്നാൽ നിനക്ക് തുറക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ. സഹോദരന്മാരെ, സഹോദരികളെ, ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്തു തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വചനത്തിൽ പരാമർശിച്ചു. പലയിടത്തും ഈ ഒരു വിശുദ്ധ വചനം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആശയം എത്ര മഹനീയം എന്നതാണ്. ഈ പദപ്രയോഗങ്ങളുടെ വ്യത്യസ്തത ഉള്ളതോടൊപ്പം ആശയം 2 തവണ ആവർത്തിക്കപ്പെട്ടതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ലാ ഇലാഹ ഇല്ലാഹു എന്ന് കഴിഞ്ഞ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാനുർ റഹീം എന്നുണർത്തിയാണ് ഈ വചനം അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സുപ്രധാനമായ വിഷയം മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയുടെ പുത്രി അസ്മ ബിൻത് യസീദ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു വിഷയമാണ്. ഇസ്മുല്ലാഹിൽ ആളമുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിൻ്റെ അതിമഹനീയമായ ഒരു നാമം, അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാമത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ഈ ആയത്ത് ഓതുകയുണ്ടായി. ആ ആയത്ത് ഓതിയപ്പോൾ ഈ ആയത്തിൽ ഇവിടം ഇസ്മുല്ലാഹിൽ ആളം എന്ന ആ മഹനീയ നാമം നമ്മൾ അന്വേഷിക്കുവാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതുകയുണ്ടായത്.